അസ്സലാമലൈക്കും. സദിന ഹക്കി വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വെള്ളിയാഴ്ചത്തെ വിശേഷങ്ങളുമായിട്ടാട്ടോ. അപ്പോൾ നാവിൽ കൊതിയൂറും രുചികരമായ വെറൈറ്റി മീൻകറിയുടെ റെസിപ്പി മാറ്റാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കൂടാതെ 100% റിസൾട്ട് നൽകുന്ന പൂ പോലെയുള്ള വെള്ളയപ്പം റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പെർഫെക്റ്റ് വെള്ളയപ്പമാട്ടോ. എല്ലാ കൂട്ടുകാരും മാവിൻ്റെ റെസിപ്പി ചാനലൊന്ന് കയറി കാണണം. എന്നിട്ട് ഈ രീതിയിൽ അങ്ങ് ഉണ്ടാക്കി നോക്കൂ. 100% റിസൾട്ട് നൽകും കേട്ടോ. പൂ പോലെയുള്ള വെള്ളയപ്പം റെഡിയായി കിട്ടും. അപ്പം എല്ലാ കൂട്ടുകാരും തുടക്കം മുതൽ അവസാനം വരെ വരി സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണണം. അപ്പം നമുക്ക് നല്ലപോലെ പതഞ്ഞങ്ങോട്ട് പൊങ്ങി വരുന്നത് കാണാം കേട്ടോ. ഒരു തവി വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോളൂ, നല്ല പോലെ ഇതാ പതഞ്ഞങ്ങോട്ട് പൊങ്ങി വരുന്നത് കണ്ടോ. അപ്പം നമുക്ക് 100% തീർച്ചയായും പൂ പോലെയുള്ള വെള്ളയപ്പം റെഡിയാക്കാനായിട്ട് എനിക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് കയറി മാവിൻ്റെ റെസിപ്പി കാണണം. എന്നിട്ട് അതേ രീതിയിൽ അങ്ങോട്ട് മാവ് അങ്ങോട്ട് സെറ്റാക്കിയിട്ട് വെള്ളയപ്പം ഉണ്ടാക്കി നോക്കൂ. 100% റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. എൻ്റെ കൂട്ടുകാർക്ക് 100% റിസൾട്ട് നൽകുന്ന പൂ പോലെയുള്ള പെർഫെക്റ്റ് വെള്ളയപ്പം എന്താ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും വെള്ളയപ്പം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും കമൻറ്റ് ചെയ്യണം. തീർച്ചയായും എന്ത് ചെയ്യണം? ലൈക്കൊക്കെ ഒന്ന് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ചാനലൊന്ന് ഉഷാറായി വരുള്ളൂ കേട്ടോ. വാച്ച് അവറൊക്കെ കൊണ്ട് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അപ്പോൾ സാധാരണ നാട്ടിൻപുറത്തെ വീട്ടമ്മയുടെ ജീവിതം കേട്ടോ ഇത്. മായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് അടിക്കണം, അതേപോലെ തന്നെ കമൻറ്റ് രേഖപ്പെടുത്തണം. അതേപോലെ തന്നെ എന്ത് ചെയ്യണം? ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് പരമാവധി എല്ലാ കൂട്ടുകാരും മാക്സിമം എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം കേട്ടോ. എന്നാലാണ് എൻ്റെ ചാനലൊന്ന് ഉഷാറായി വരുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് പൂ പോലെയുള്ള സോഫ്റ്റായ രീതിയിലുള്ള വെള്ളയപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാത്തൂസും ആച്ചിമോനും സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെള്ളയപ്പം ചൂടുന്നതിനനുസരിച്ച് മക്കൾ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ വെള്ളയപ്പം സെറ്റായി. ഇനി അടുത്തതായി നാവിൽ കൊതിയൂറും രുചികരമായ മീൻകറി സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റിയായ മീൻകറിയാണ് കേട്ടോ. 100% റിസൾട്ട് നൽകുന്ന മീൻകറിയാണ് ഇനി അടുത്തതായി കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടോ. അടിപൊളി രുചികരമായ ഒരു പൊളി ഐറ്റം പറയാം കേട്ടോ. അത്രയും ടേസ്റ്റാണ് ഈ മീൻകറിക്ക് കേട്ടോ. അപ്പം നമുക്ക് വെള്ളയപ്പം റെഡിയായി. ഇനി മേശപ്പുറത്ത് അങ്ങോട്ട് കൊടുന്ന് വയ്ക്കാം. പിള്ളേരൊക്കെ ഫുഡ് കഴിച്ച് സ്കൂളിലേക്ക് പോവാനായിട്ട് ഒരുങ്ങിയിട്ടോ. അങ്ങനെ പാത്തൂസ് സ്കൂളിലേക്ക് പോകുന്നത് കണ്ടോ. പിന്നെ അടുത്തതായി നമുക്ക് മാവിൽ കൊതിയോറും രുചികരമായ മീൻകറി സെറ്റാക്കി എടുക്കാം കേട്ടോ. പിലോപ്പിയാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഒരു പിലോപ്പി, ചെറിയൊരു പിലോപ്പിയാണ്. അപ്പോൾ ഇത് വെച്ച് അടിപൊളി രുചികരമായ മീൻകറി സെറ്റാക്കി എടുക്കാം കേട്ടോ. വെറൈറ്റി റെസിപ്പിയാണ്. എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഫ്രൈ ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അതിനായി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ ചെറുനാരങ്ങ നീരട്ടോ, 1 ടീസ്പൂൺ വെള്ളം, പാകത്തിന് ഉപ്പ് എന്നിവയിട്ട് നല്ലപോലെ മസാല റെഡിയാക്കിയ ശേഷം മീൻ അതിലോട്ടിട്ട് മിളക് പറ്റി സെറ്റാക്കി ഫ്രിഡ്ജിലോട്ട് വെക്കണം കേട്ടോ. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് പുറത്തേക്ക് അങ്ങോട്ട് എടുക്കാം. എന്നിട്ട് വെട്ടി തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിലിട്ട് 2 മിനിറ്റോളം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. 2 മിനിറ്റ് മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് തേങ്ങാക്കൂട്ട് റെഡിയാക്കാനുണ്ട് കേട്ടോ. എന്താണെന്നറിയോ? നാളികേരവും ചെറുള്ളി, പെരിഞ്ചീരകം, ഇഞ്ചി, തക്കാളി 2 എണ്ണം അരിഞ്ഞത്, എന്നിട്ട് നല്ലപോലെ ഫൈനായി അരച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ പേസ്റ്റ് പരുവത്തിൽ അങ്ങോട്ട് അടിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ചട്ടി അങ്ങോട്ട് അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ചെടുക്കാം. പാകത്തിന് അങ്ങോട്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഉലുവ ഒരു നുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം.
പുളി പിഴിഞ്ഞത് പാകത്തിന് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സാക്കണം. പിന്നെ നമ്മുടെ പച്ചമുളക് കീറിയത് പാകത്തിന് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് മൂടി വയ്ക്കണം. മിളകിൻ്റെ കുത്തൊന്ന് ഒതുങ്ങുന്നത് വരെ അങ്ങോട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. മിളകിൻ്റെ കുത്തൊക്കെ ഒതുങ്ങി വന്നിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മീൻ അങ്ങോട്ട് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് താത്തി അങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. മസാല, അതായത് മിളക് പറ്റി സെറ്റാക്കി വയ്ക്കുന്ന മസാല എല്ലാ കൂട്ടുകാരും ഇപ്പോൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? ഞാൻ പറഞ്ഞു അതിലിടുന്ന ഐറ്റംസൊക്കെ. അപ്പോൾ ഒരുപാട് തവണ ഞാൻ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മസാല മിളക് പറ്റുന്നത്. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ മീനൊക്കെ താത്തി അങ്ങോട്ട് വെച്ച് കൊടുത്തു. ചൂടോളം കേട്ടോ പാകത്തിന് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് മൂടി വെച്ചു കേട്ടോ. ഞങ്ങളുടെ മീൻകറി നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടോ. 100% റിസൾട്ട് നൽകുന്ന കുറുകിയ ചാറോട് കൂടി തന്നെ നമ്മുടെ മീൻകറി അങ്ങോട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തൂളിച്ചെടുക്കണം കേട്ടോ മീൻകറി. അതിനായി ഒരു ചീഞ്ചട്ടി അങ്ങോട്ട് അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് പാകത്തിന് അങ്ങോട്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് നല്ലപോലെ അങ്ങോട്ട് മൂപ്പിച്ചെടുത്ത് കറിയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. കൊതിയൂറും രുചികരമായ വെറൈറ്റി മീൻകറിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായി കാണുന്നവർ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ കുറച്ച് പിലോപ്പി, ചെറിയ കുഞ്ഞ് പിലോപ്പി കിട്ടിയിട്ടായിരുന്നു കേട്ടോ. അത് കണ്ട് മിളക് പറ്റി സെറ്റാക്കി ഒരു 15 മിനിറ്റോളം ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചിരുന്നു. അതിനുശേഷം ഞാൻ വെട്ടിത്തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഇതിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞങ്ങളുടെ ഉച്ചക്കത്തെ ഊണ് പൊളി. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? നല്ല മഴയല്ലേ ഇപ്പോഴും. അപ്പം പുറത്തേക്ക് ഇറങ്ങാൻ ഒരു നിവൃത്തിയില്ല. എല്ലാവരുടെയും കമൻറ്റ് ഞാൻ വായിക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. ആ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ ഞാൻ കുറച്ച് നേരം അങ്ങോട്ട് ചിരിക്കും. വളരെ സന്തോഷം തോന്നും, തുള്ളിച്ചാടും കേട്ടോ. എനിക്ക് അത്രയും ഇഷ്ടമാണ് കമൻറ്റ് വായിക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻറ്റ് രേഖപ്പെടുത്താനായിട്ട് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ കമൻറ്റ് ചെയ്യണം. പിന്നെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റിലൂടെ ഒന്ന് രേഖപ്പെടുത്താനായിട്ട് മറന്നു പോകരുത് കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.